നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വിധമാണ്. കുറച്ച് ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി, സാധാ മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, ഉപ്പിട്ട്, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ട്, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു കറിവേപ്പില കുറച്ച്, ഒരു 3-4 തണ്ട് പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ച്, അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഒരു മണിക്കൂറൊക്കെ പുരട്ടി വെക്കുക, ആ ചിക്കനിലോട്ട് മസാല എല്ലാം പിടിക്കാൻ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മണ്ടയിൽ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, സബോള, തക്കാളി ഇതൊക്കെ എടുത്ത് അരിഞ്ഞ് വെച്ച് എണ്ണയിലോട്ട് കടുകിട്ട് കുറച്ച് മസാലക്കൂട്ടിട്ട് കൊച്ചുള്ളി അരിഞ്ഞ് ചേർക്കാം കേട്ടോ. കൊച്ചുള്ളി അരിയാതെ അരിഞ്ഞു വിടാം. പച്ചമുളകും ഇട്ട്, കറിവേപ്പില ഇട്ട്, പിന്നെ നമുക്കതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ സവോള ചെറിയ പീസായിട്ട് അരിഞ്ഞ് സവോളയും ചേർത്ത് അതൊന്ന് വാടാൻ എളുപ്പത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇടാം. അങ്ങനെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി പച്ചമണം മാറുമ്പോൾ നേരത്തെ ഇട്ട പോലെ മുളക് പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല അതും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്ന പോലെ ഇളക്കി, തക്കാളിയും അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് അതിനുശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് വാടി നല്ല രീതിയിലാകുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാല പുരട്ടി വെച്ച് ചിക്കൻ അതിലോട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുത്ത് കുറച്ച് എല്ലാം കൂടെ മിക്സായി കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിക്കുമ്പോൾ ഇത്തിരി നല്ലതായിരിക്കും. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി വെച്ച് നല്ല രീതിയിൽ എല്ലാം മസാലയെല്ലാം ചിക്കനിലോട്ടാക്കി നമുക്ക് അത് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല ചിക്കൻ വേവാൻ എളുപ്പമാണ് കേട്ടോ. ചിക്കൻ വെന്ത് കിട്ടും. ശേഷം നമ്മൾ കുറേ ഇട്ട് കുറച്ച് പറ്റി കുറുകി ആവാനായിട്ട് ഒരു മുക്കാൽ മണിക്കൂറോടെ അടച്ച് വെച്ചതിന് ശേഷം കറി ഇങ്ങനെ ഉണ്ടാവും.